ഹലോ, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശിവുവിൻ്റെ സ്കൂളിൽ PTA ഡേ ഉണ്ടായിരുന്നു. കുറേ അധികം ദിവസം മുമ്പായിരുന്നു. എഡിറ്റ് ചെയ്തിടാനായിട്ടുള്ള ഒരു സാവകാശം കിട്ടാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാതിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ 4 പേര് ചേർന്നിട്ട് ആദ്യമേ തന്നെ ഒരു 1.5 മാസം മുമ്പ് തന്നെ നമ്മളൊരു ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ 90s കിഡ്സ് ആണല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ നൊസ്റ്റാൾജിക് ആയിട്ട് വരുന്ന കുറച്ച് സോങ്സ് എടുത്തിട്ട് ഡാൻസ് കളിക്കാം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കാർത്തിക PTA-യിലുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ചോദിച്ചു, നമുക്ക് ഈ ഡാൻസും പാട്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഫാഷൻ ഷോ ചെയ്യാം എന്നിങ്ങനൊരു പ്ലാൻ വന്നത്. അപ്പോൾ ആരൊക്കെ ഉണ്ടാകും എന്താണെന്ന് അറിയില്ല. നമ്മൾ 5 പേരേ ഉള്ളൂ. അവസാനം ഇത് കുറച്ച് ടീച്ചേഴ്സിൻ്റെ അടുത്തും പിന്നെ പാരൻസിൻ്റെ അടുത്ത് ബാക്കിയുള്ളവർ നമ്മുടെ കോൺടാക്ട്സ് ഉള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ നമ്മളൊരു 10 പേരെ സംഘടിപ്പിച്ചു. 2 ടീച്ചേഴ്സും 8 പാരൻസും. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരാൾ നമ്മുടെ ശിവുവിൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ദീപ മിസ്സായിരുന്നു. പിന്നെ ലതാ മിസ്സ്. 2 ടീച്ചേഴ്സും നല്ല വൈബാണ്. നമ്മുടെ കൂടെ എന്താ പറയുക, നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ നിന്നിട്ട് അവർ നമ്മുടെ അടുത്ത് പെരുമാറിയത് ഈ ഒരു പ്രാക്ടീസ് ടൈമിലൊക്കെ. അതുകൊണ്ട് പാരൻസ് ആയിട്ടാണെങ്കിലും നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ടീച്ചേഴ്സായിട്ടും എല്ലാവരും കംഫർട്ടബിൾ ആയിപ്പോയി. നമ്മളങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ടീച്ചേഴ്സ് അങ്ങനെ നമ്മുടെ അടുത്ത് പെരുമാറും എന്ന് നമ്മളങ്ങനെ വിചാരിക്കുന്നതേ ഇല്ല. പക്ഷെ നല്ല രസമായിരുന്നു അവരുടെ കൂടെയുള്ളൊരു ആ ഒരു പ്രാക്ടീസ് ടൈമും എല്ലാം. ഇത് എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അടുത്ത ദിവസം PTA ഡേയുടെ അന്ന് ഞങ്ങൾ പാർലറിൽ പോയിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ ജിക്കി കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്, സ്മേര ഗുജറാത്ത്, സൂര്യയും കേരളമാണ്, ഞാൻ മഹാരാഷ്ട്ര. അങ്ങനെയായിരുന്നു നമ്മൾ ഒരുങ്ങിയത്. അപ്പോൾ ഡ്രേപ്പിംഗ് സ്റ്റൈലായിരുന്നു നമ്മുടെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മാക്സിമം ഓർണമെൻറ്റ്സും എല്ലാം അതിനോട് മാച്ചായിട്ട്, അതായത് ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പം ആ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഓർണമെൻറ്റ്സും നമ്മൾ മാക്സിമം സെലക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ജിക്കിയുടെ ഒരുങ്ങിക്കഴിഞ്ഞു, സ്മേരയുടെയും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഗുജറാത്തി കൽത്തള കെട്ടിയെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി സ്മേര അവിടെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് കാർത്തിക ഒരുങ്ങിപ്പോയി. കാർത്തിക ആന്ധ്രയെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ സൂര്യയുടെ മേക്കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ചേച്ചിയാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്തു തരുന്നത്. മേക്കപ്പും ഹെയറും ആ ചേച്ചി ചെയ്തു തരാമെന്ന് പറഞ്ഞു. സാരി നമ്മൾ തന്നെ ഉടുക്കണം. എൻ്റെ സാരി എന്ന് പറയുന്നത് കുറച്ചൊരു പാടുള്ള ടൈപ്പാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഓർണമെൻറ്റ്സ് ഒക്കെയാണിത്. അവരുടെ മംഗൾസൂത്ര, പിന്നെ ചന്ദ്രക്കല, മാല, പൊട്ട് എല്ലാം ചന്ദ്രക്കല സ്റ്റൈലാണ്. പിന്നെ സാരി എന്ന് പറയുന്നത് നവ്വരി സാരിയാണ്. അതായത് 18 മുഴം ചേല എടുത്തിട്ട് ഇങ്ങനെ വാട്ടർഫോൾ പ്ലീറ്റ്സോ അങ്ങനെ എന്തൊക്കെയാണ് പറയുക, ധോത്തി സ്റ്റൈലിലൊക്കെ കൊടുത്തിട്ട് കുറച്ച് മെനക്കെട്ട പണിയായിരുന്നു. ഒരു 1.5 മണിക്കൂർ നിന്നിട്ടാണ് അതൊന്ന് സെറ്റാക്കി എടുത്തത്. അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ടാക്സി വിളിച്ചു. ഊബർ ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തോ എന്നൊക്കെയുള്ള ഡിസ്കഷനാണ് പുറകെ നടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചെറിയൊരു ചമ്മലുണ്ട്. കാരണം നമ്മുടെ ഊബർ ഓടിക്കുന്ന ചേട്ടനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് എന്താ എവിടെയാ എന്ത് പ്രോഗ്രാമാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതല്ലാണ്ടും പുറത്തുനിന്നുള്ളവരൊക്കെ നമ്മൾ നോക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ചമ്മലുണ്ട്. 8 കിലോമീറ്ററോളം പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചമ്മലുണ്ട്. നമ്മളവിടെ എത്തി ലാസ്റ്റ് സ്കൂളിൽ. അവിടെ അപ്പോൾ വെസ്റ്റ് ബംഗാളിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അനീഷയാണ് ഇത് ഒരുങ്ങിയിരിക്കുന്നത്. പിന്നെ സ്മേര അവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ദീപ മിസ്സ് UP ബനാറസ് സ്റ്റൈലിലുള്ള ഒരു ഡ്രേപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശിവുവിൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് അയ്യങ്കാർ സ്റ്റൈലിൽ തമിഴ്നാടിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഫാഷൻ ഷോ കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് ചേഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിബാസിന് അടുത്തൊരു കുർത്ത സെറ്റായിരുന്നു. 1000 ബിലോ ആയിട്ടേ നമുക്ക് വന്നിട്ടുള്ളൂ. നല്ലൊരു സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡാൻസൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേജിന് പുറത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ പോയപ്പോൾ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ സ്റ്റോൾ ഉണ്ടായിരുന്നു, പാരൻസിന് ഇട്ടതും പിന്നെ അതല്ലാണ്ടും കുറേ സ്റ്റോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശം നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഈ 2 പ്രോഗ്രാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ടയേർഡായി. അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ കാർത്തികയാണിത്. ലതാ മിസ്സാണ് കൂടെയുള്ളത്. കുറച്ച് ഫോട്ടോസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഫണ്ണായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.